ഹായ് ഫ്രണ്ട്സ്, അടുത്തതായി കേരള PSCയിലെ 70/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലാണ്? ധനബിൽ ആദ്യം അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ഏത് സഭയിലാണ്? ഓപ്ഷൻസ്: രാജ്യസഭ, ലോക്സഭ, ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കാം. ഭരണഘടനയിൽ ഈ കാര്യം പ്രത്യേകം അനുശാസിക്കുന്നില്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, ലോക്സഭ. ധനബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് പാർലമെൻറ്റിലെ ലോക്സഭയിലാണ്. അടുത്ത ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയെയാണ് സമീപിക്കാൻ കഴിയുന്നത്? മൗലിക അവകാശങ്ങളിൽ ഏതെങ്കിലും ലംഘിക്കപ്പെടുന്ന പക്ഷം അവ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് അനുച്ഛേദം 226 പ്രകാരം ഏത് കോടതിയാണ് സമീപിക്കാൻ കഴിയുന്നത്? ഓപ്ഷൻസ്: സുപ്രീം കോടതി, ഹൈക്കോടതി. സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിക്കാം. ഓപ്ഷൻ ഡി, ജില്ലാ കോടതി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി, ഹൈക്കോടതി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഹൈക്കോടതിയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഭരണഘടനാ ഭേദഗതിയാണ് ചോദ്യം. വോട്ടിംഗ് പ്രായം 18 21 നിന്നും 18 കുറച്ചിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻസ്: 61, 42, 73, 76. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, 61-ാം ഭരണഘടനാ ഭേദഗതി. 61-ാം ഭരണഘടനാ ഭേദഗതിയാണ് വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്ന് 18 വയസ്സാക്കി കുറച്ചത്. അടുത്ത ചോദ്യം നോക്കാം. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഇതൊന്നുമല്ല. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേറ്റിനും കേന്ദ്രത്തിനും തുല്യ അവകാശമാണ്. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ പറയുന്നവയിൽ രാജ്യസഭയെക്കുറിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻസ്: സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭ. 5 വർഷമാണ് സഭയുടെ കാലാവധി. സ്പീക്കർ അധ്യക്ഷം വഹിക്കുന്നു. സ്പീക്കർ അധ്യക്ഷ പദവി വഹിക്കുന്നു. ഓപ്ഷൻസ് നോക്കാം. എല്ലാം ശരി, 2 മാത്രം, 1ഉം 2ഉം ശരി, 3ഉം 4ഉം ശരി. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. റൈറ്റ് ആൻസർ 1ഉം 2ഉം ശരി എന്നുള്ളതാണ് ഓപ്ഷൻ സി. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. സ്ഥിരം സഭയാണ്. അടുത്ത ചോദ്യം നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? വിഴിഞ്ഞം അന്താരാഷ്ട്ര വാണിജ്യ തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? ഓപ്ഷൻസ്: 2025 മെയ് 2, മെയ് 3, മെയ് 4, മെയ് 6. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ. റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 2025 മെയ് 2. അടുത്ത ചോദ്യം നോക്കാം. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻസ്: ഡൊണാൾഡ് ട്രംപ്, കമല ഹാരിസ്, മൈക്ക് വാട്സ്, JD വാൻസ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. JD വാൻസ് ആണ് 2025 ഏപ്രിൽ മാസം ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ വൈസ് പ്രസിഡന്റ്. അടുത്ത ചോദ്യം നോക്കാം. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനും ഒപ്പം നിർണായക പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഓപ്ഷൻസ്: VP മേനോൻ, KR നാരായണൻ,
ജോൺ മത്തായി, KP കേശവമേനോൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ A, VP മേനോൻ. ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനുമൊപ്പം സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് നേതൃത്വം വഹിച്ചത് VP മേനോൻ ആയിട്ടുള്ള മലയാളിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻസ് TT കൃഷ്ണമാചാരി, ഗുൽസരിലാൽ നന്ദ, ജവഹർലാൽ നെഹ്റു, CD ദേശ്മുഖ്. ഓപ്ഷൻ B, ഗുൽസരിലാൽ നന്ദ. ഗുൽസരിലാൽ നന്ദയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രഥമ വൈസ് ചെയർമാൻ. അടുത്ത ചോദ്യം നോക്കാം. ഏത് രാജ്യവുമായാണ് 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? 1954 ഇന്ത്യ ഏത് രാജ്യവുമായാണ് പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത്? ഓപ്ഷൻസ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ C, ചൈന. 1954 ഇന്ത്യ പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ചത് ചൈനയുമായിട്ട് ആണ്. അടുത്ത 10 ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്